ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം 2024 നാളത്തോടെ തീരുകയാണ്. ബട്ട് അതിൻ്റെ മുന്നേ 2024 എനിക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എനിക്കൊരു ഹോപ്പ്, എനിക്ക് ഒരു അച്ചീവ്മെൻറ്റ് തോന്നിയ ഒരു എൻ്റെ ചെറിയൊരു അച്ചീവ്മെൻറ്റ് പോലെ എനിക്ക് തോന്നിയൊരു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. ഒരു ഹോപ്പിൻ്റെ, ഒരു പ്രതീക്ഷേൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ചിലപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കൊണ്ടും നമ്മളെ ഡിറ്റർമിനേഷനും കൊണ്ടും ഹോപ്പ് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് നേരിടാം എന്നൊരു ചെറിയൊരു മെസ്സേജാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ തരാനുള്ളത്. സോ ശരിക്കും നടന്ന ഒരു സംഭവം ഞാനൊരു കഥയായിട്ട് നിങ്ങളെ മുന്നിൽ കാണിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. സോ ഈ കഥ ഞാൻ പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് അറിയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനൈൻ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞൊരു രോഗത്തിനെ കുറിച്ചാണ്. സോ ആ രോഗം കണ്ടുവരുന്നത് നായ്ക്കളിലും പട്ടിക്കുട്ടികളെ ഇതിലാണ്. അൺവാക്സിനേറ്റഡ് ആവാത്ത ഡോഗ്സിൻ്റെ ഇടയിലാണ് നമ്മളിത് കാണുന്നത്. നമുക്ക് ഒരു പനി വരുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതവർക്ക് ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷനാണ്. അവർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അതേപോലെ ഡൈജസ്റ്റീവ്, പാരലൈസിങ്, സീഷേഴ്സ്, ഇതൊക്കെ അവർക്ക് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് നമ്മളെ സ്വന്തം പട്ടിക്കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ കൺമുന്നിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്നെക്കൊണ്ടത് എനിക്ക് കണ്ട് ഇതാക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ എടുത്തിട്ട് നമ്മളെ വീട്ടിൽ പെറ്റ്സ്, അതേപോലെ ഒരു ഡോഗ് ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് ഇവരെ എടുത്തിട്ട് സ്ട്രെയിൽ കാണുന്ന ഒരു പപ്പീനെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടേജിയസ് ആണ്. അതേപോലെ ഈ പട്ടിക്കുട്ടികളുടെ ഇടയിൽ വേറെ പട്ടികൾ ഉണ്ടെങ്കിൽ അത് അവർക്കും കൂടെ ബാധിക്കും. നമുക്ക് കൊറോണ എങ്ങനെയായിരുന്നോ അതേ ഒരു ത്രെറ്റനിങ് സിറ്റുവേഷൻ തന്നെയാണ് ഇത് ഡോഗ്സിൻ്റെ ഇടയിൽ വരുമ്പോൾ. സോ ഇതിൻ്റെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരായിട്ടൊരു മരുന്ന്, കംപ്ലീറ്റ് ക്യൂറബിൾ മെഡിസിൻ ഇല്ല എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായത്. അതേപോലെ ഡോക്ടറിനോട് ചോദിച്ചപ്പോഴും സപ്ലിമെൻറ്റ്സ് അങ്ങനത്തെയൊക്കെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷകളുടെയും പ്രാർത്ഥനേൻ്റെയും കഥ കേൾക്കാം. ഒരു വൈകുന്നേരം ഒരു 7-7:30 ആയപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴാണ് എന്നെ എപ്പോഴും സന്തോഷത്തോടെ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കുന്ന പട്ടിക്കുട്ടി ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കാണുന്നു. ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് കനൈൻ ഡിസ്റ്റംബർ ഒരു കണ്ടേജിയസ് ഡിസീസാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ ചെയ്യണ്ടേ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ജിമ്മിൽ വരുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുത്തു. ആ ഫ്രണ്ട് ഒരു അനിമൽ കെയർ സർവീസും അങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്നൊരു ഫ്രണ്ടാണ്. സോ ആ ഫ്രണ്ടിന് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ എന്നോട് പറഞ്ഞത് കനൈൻ ഡിസ്റ്റംബറാണ്. ഞാൻ എന്താ പറയുക, ഒരു വിഷമമായിരുന്നു എനിക്ക്. കാരണം എപ്പോഴും ഞാൻ കാണുന്ന എൻ്റെ പട്ടിക്കുട്ടി ഇനി ഇല്ലാണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതേപോലെ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ വേഗം അനിമൽ കെയർ ട്രസ്റ്റിലോട്ട് കോൺടാക്റ്റ് ചെയ്യൂ, അവരെന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പട്ടിക്കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. അപ്പം അവിടെ വേറെ പട്ടിക്കുട്ടികളുള്ളത് കൊണ്ട് അവർക്ക് ഈ പട്ടിക്കുട്ടീനെ എടുക്കാൻ പറ്റില്ല. അപ്പം അവർ സ്വതവേ എന്താ ചെയ്യാറ്, ആ മെഡിസിനെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ വീട്ടിൽ പോയി. എനിക്കന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ മൊത്തം ഈ പട്ടിക്കുട്ടിയായിരുന്നു. മൊത്തം ഇരുന്ന് ഗൂഗിളിൽ അങ്ങ് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഞാൻ. എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇനി വല്ല മെഡിസിൻസ് ഉണ്ടോ, വീഡിയോസും യൂട്യൂബിൽ വേറെ കുറേ വീഡിയോസ് ഉണ്ട്.
അപ്പോൾ ആ വീഡിയോസും സർവൈവൽ വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റായി മാൻവി എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. നല്ലൊരു ഇൻഫ്ലുവൻസറാണ്, അനിമൽ കെയറിന് ഒരു നല്ലൊരു സ്ത്രീയാണ്. സോ അവരൊരു ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു എൻ്റെ മനസ്സിൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴും എൻ്റെ ചിന്തയിൽ ഈ പട്ടിക്കുട്ടീനെ ഞാൻ എവിടെ ഐസൊലേറ്റ് ആയിട്ട് നിർത്താൻ പറ്റും എന്നായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പട്ടിക്കുട്ടി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു പുതിയൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെയാണ് അതിൻ്റെ അമ്മയും അതിൻ്റെ കൂട്ടുകാരും ഒക്കെ രാത്രി ഉറങ്ങാറും ഒക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പട്ടിക്കുട്ടീനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു. എന്തായാലും ആ വീട് പണി അത്ര പെട്ടെന്ന് തീരില്ല എന്നുള്ളൊരു ഇതിൽ ഞാൻ അത് അവിടെ വെച്ചു അതിനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റും രാവിലെയും രാത്രിയും ഉച്ചയ്ക്കൊക്കെ ഞാൻ ചോറ് കൊണ്ട് കൊടുക്കാറും പിന്നെ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതിന്. വേഴ്സ് ഡേയ്സ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ചില നേരത്ത് നമുക്ക് വിഷമാവും. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് ഒരു ഹെയർ റിസൾട്ട് കാണൂലേ എന്നുള്ള ചിന്തകളൊക്കെ വന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ പണി ഇങ്ങനെ എന്താ പറയുക, നിലം പണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവർ പണിക്കാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് നിലം പണിയൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അവരും പണിക്കാരും നല്ല ആൾക്കാരായിരുന്നു. അവരും എന്നെ ഒന്നും പറയാറൊന്നും ഉണ്ടായില്ല. അവർ ചോറൊക്കെ ഉണ്ടെങ്കിൽ അവരും കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. നല്ല പണിക്കാരായിരുന്നു. അതേപോലെ അവർ ആ പട്ടിക്കുട്ടി കരയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ പറയൂ കേട്ടോ. നല്ല മനുഷ്യന്മാരായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഈ നിലംപണി തുടങ്ങിയപ്പോഴാണ് അവരെന്നോട് പറഞ്ഞു, ആ ഡ്രില്ലിങ്ങിൻ്റെ മെഷീൻ്റെ ഒച്ച കേട്ടിട്ട് പട്ടിക്കുട്ടി ഭയങ്കര പേടിക്കാറുണ്ട്, അതേപോലെ പൊടിയൊക്കെ വരാറുണ്ട്, അതുകൊണ്ട് പട്ടിക്കുട്ടീനെ അവിടുന്ന് മാറ്റുന്നത് നല്ലതാണ്. പെട്ടല്ലോ ഞാൻ. എൻ്റെ പകുതി എന്താ പറയുക, ഇനി ഞാൻ എന്ത് ചെയ്യും? വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ വീട്ടിലും പട്ടിക്കുട്ടിയുണ്ട്. സോ എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഇൻ ദ ബിഗിനിങ് സ്റ്റേജാണ്. ബിഗിനിങ് സ്റ്റേജിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഭയങ്കര റിസ്കി സിറ്റുവേഷനായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെ എന്തോ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു വീട്, ഒരു മേലെയും താഴെയും അങ്ങനെ ചുറ്റുവട്ടത്തുള്ളൊരു വീട്, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ കുറേ വർഷങ്ങളോ മാസങ്ങളായിട്ട് ആ വീട്ടിൽ അങ്ങനെ ആൾക്കാരൊന്നും വരാറില്ല. അങ്ങനെ ഒരു അബൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വീട്. അങ്ങനെ ആ വീട്ടിലോട്ട് മഴക്കാലത്തിൻ്റെ സമയമാണ്. അപ്പം ഒരു നല്ലൊരു സേഫ് പ്ലേസ് എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്താക്കി, അവിടുന്ന് എൻ്റെ തുണികളും അതിന് ഞാൻ കൊടുത്ത ആ തുണികളും ഒക്കെ എടുത്തിട്ട് ഈ പട്ടിക്കുട്ടീനെ ഞാൻ ആ സ്ഥലത്ത് വീടിൻ്റെ ഉമ്മർത്ത് അവിടെ ആ പട്ടിക്കുട്ടീനെ ഞാൻ വെച്ചു. പട്ടിക്കുട്ടീൻ്റെ അമ്മപ്പട്ടിയും അതിൻ്റെ കൂട്ടുകാരും ഈ പട്ടിക്കുട്ടീൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ ഡിസീസ് കണ്ടേജിയസുമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, അമ്മേൻ്റെയോ അല്ലെങ്കിൽ ഇവരെ കൂട്ടത്തിൽ നടക്കുന്ന നായ്ക്കളുടെ ഇടയിലോ ഈ ഡിസീസ് പകരുന്നുണ്ടോ എന്നുള്ളൊരു ഞാൻ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊന്നും ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഒരു മാസം പോയി കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ പട്ടിക്കുട്ടീൻ്റെ അടുത്ത് വന്ന് ഉറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ ഭക്ഷണമായിട്ട് ചെല്ലുകയാണ്. അപ്പം ഉണ്ട് അമ്മപ്പട്ടീൻ്റെ തലേൻ്റെ മുകളിൽ ഒരു ട്വിച്ചിങ്, അതേപോലെ മൂക്ക് ഒലിപ്പ്, കണ്ണിന്നൊക്കെ ആ ഒരു എന്താ പറയുക വെള്ളം വരുന്ന ഒരിത്. എൻ്റെ സകല കിളികളും പോയി. അമ്മേനെയും കൂടെ ഞാൻ എങ്ങനെ നോക്കും?
കുട്ടിയാണെങ്കിൽ എനിക്ക് ഭക്ഷണമൊക്കെ വേഗം കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുട്ടിയും ഞാനും കുറച്ച് എന്താ പറയുക അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. കുട്ടിയായതുകൊണ്ട് വേഗം അടുത്ത് വരുന്നുണ്ട്. അമ്മപ്പട്ടിയും അതിൻ്റെ കൂട്ടുള്ള പട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ ഞാൻ ഭക്ഷണം കൊടുക്കും, പക്ഷേ എൻ്റെ അടുത്തോ നമ്മൾ തൊടാനോ അവർ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവരുടെ. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും, ഇവർക്ക് ഞാൻ എങ്ങനെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും എന്നുള്ള ചിന്തയൊക്കെ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ഈ പട്ടിക്കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു അതേ മരുന്ന് ഞാൻ ഈ അമ്മപ്പട്ടിക്കും ബാക്കിയുള്ള പട്ടികൾക്കും അവരെ ഭക്ഷണത്തിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. കാരണം എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഇവർക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. എന്നെക്കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പറ്റുക അത് ഞാൻ അപ്പോൾ ചെയ്തു. എന്തോ ഭാഗ്യം, അവർ പെട്ടെന്ന് റിക്കവറായി. ഞാൻ ആ ഒരു ബിഗിനിങ് സ്റ്റേജസിൽ തന്നെ ഞാൻ ആ മെഡിസിൻ കൊടുത്തുകൊണ്ട് എനിക്ക് അവരെ റിക്കവറി പെട്ടെന്ന് കാണാൻ പറ്റി. അതുകൊണ്ട് ഞാൻ അവർക്ക് മെഡിസിൻ കൊടുക്കുന്നത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. ഒരു 1 month ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടുണ്ടായിട്ടുണ്ടായി. അങ്ങനെ ഈ പട്ടിക്കുട്ടി മരുന്നിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ മൂക്കൊലിപ്പ് അതേപോലെ എല്ലാം നിന്നിട്ടുണ്ടായിന്. അതേപോലെ ട്വിച്ചിങ് ഒക്കെ എനിക്ക് ഭയങ്കര കുറവായിട്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നടക്കാനുള്ളൊരു ശ്രമം ഒക്കെ ഒരു നിൽക്കാനൊക്കെ ഒരു ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്താക്കി, യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി. അതിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പട്ടിക്കുട്ടിനെ എങ്ങനെ തിരിച്ച് നടത്തിപ്പിക്കാൻ പറ്റും എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വീഡിയോസിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പട്ടിക്കുട്ടിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടും അതേപോലെ മെല്ലെ അതിൻ്റെ ഹിപ്പ് ഭാഗം ഇതാക്കി പിടിച്ചിട്ടൊക്കെ മെല്ലെ മെല്ലെ നടത്താൻ ശ്രമിക്കുന്നുണ്ടായി. അങ്ങനെ അത് ഭയങ്കര ഒരു ചെറിയൊരു നടത്തം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയം. പക്ഷെ ഒരു ദിവസം രാവിലെ അച്ഛൻ എന്നോട് വന്ന് പറയുന്നു, നായ്ക്കുട്ടി ഉണ്ടല്ലോ നടു റോഡിൽ കിടക്കുന്നു. ഞാൻ അങ്ങ് എന്താ പറയുക അന്താളിച്ചു പോയി. എങ്ങനെ സംഭവിക്കാനാ? നായ്ക്കുട്ടിക്ക് അങ്ങനെ നടന്ന് ആ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് റോഡിലോട്ട് വരാൻ ഒരിക്കലും പറ്റില്ല, ഒരാളെ ഹെൽപ്പില്ലാണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുക, അങ്ങനെ സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞതും ഞാൻ അങ്ങോട്ടേക്ക് ആ വീട്ടിലോട്ട് പോയി. എൻ്റെ വീട്ടിൻ്റെ കുറച്ച് മുന്നോട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടി നടു റോഡിൽ അതിൻ്റെ തുണികളും അതേപോലെ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ബൗളും എല്ലാം നടു റോഡിലിട്ടിട്ട് ഒരുമാതിരി എന്താ പറയുക, എനിക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ നമുക്ക് നെഞ്ച് തകരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു വീട്ടിൽ നിന്നൊക്കെ അടിച്ച് ഇറക്കുന്ന ഒരവസ്ഥ പോലെയൊക്കെ തോന്നൂലേ, അങ്ങനെ. അതിൻ്റെ അമ്മപ്പട്ടിയും എല്ലാവരും അതിൻ്റെ ചുറ്റും ഒരു എന്താ പറയുക, എനിക്കെങ്ങനെ ഇപ്പോഴും എൻ്റെ മനസ്സിലതൊരു വല്ലാത്തൊരു വിങ്ങൽ തന്നെയാണ്. അങ്ങനെ ഒരു മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ആ ഒരു വിങ്ങലായിട്ട് കിടക്കുന്നു. പക്ഷെ ഒരു വാക്ക് എന്നോട് പറയുക അല്ലെങ്കിൽ ആ പട്ടിക്കുട്ടീനെ ഒന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റണം, അതൊന്നും പറയാണ്ട് അവരങ്ങനെ ചെയ്ത ഒരു പ്രവൃത്തിയെ എനിക്കത് അത്രയും നീചമാണോ മനുഷ്യന്മാർ എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷമം. അങ്ങനെ നിൽക്കുന്ന ആ സമയത്താണ് ആ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസികളായ ഒരു സ്ത്രീ എന്നോട് പറയുണ്ടായി, എന്തായാലും അത് നടക്കുന്നൊന്നുമില്ലല്ലോ, അതിനങ്ങ് ഉറക്കിക്കളയും പറഞ്ഞാൽ കൊന്നേക്കി, അങ്ങനെ ഒരു എന്താ പറയുക മെർസി കില്ലിംഗ് എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ എന്താ പറയുക, എങ്ങനെ പറയാൻ തോന്നി എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം മരണത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ അതിനെ പട്ടിക്കുട്ടീനെ എടുത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ കൊണ്ടെത്തിച്ചത്. ആ പട്ടിക്കുട്ടീനെ ഞാൻ
അങ്ങ് വിട്ടുകളയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ എന്താക്കി, ഞാൻ എൻ്റെ മനസ്സിൽ ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ നിറഞ്ഞിട്ടും ഞാൻ അവരോട് എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യങ്ങളൊക്കെ വരികയായിരുന്നു. സ്വന്തം അവരെ കുഞ്ഞിനോടും അവരിങ്ങനെ പ്രവർത്തിയായിരിക്കും ചെയ്യുക. കുട്ടിക്ക് എന്തെങ്കിലും വയ്യാണ്ടാവുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ട്രൈ ചെയ്യാണ്ട് നമ്മൾ ആ കുട്ടീനെ ഇല്ലാണ്ടാക്കുമോ? എൻ്റെ മനസ്സിൽ എല്ലാ ചോദ്യങ്ങളും വന്നു. പക്ഷെ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ ആക്കി, മരണത്തിൽ നിന്നാണ് ഞാൻ അതിനെ ഇത്രയും ഇവിടം വരെ എത്തിച്ചത്. ഇനി ബാക്കി ഞാൻ നോക്കിക്കോളും, എനിക്കറിയാം എന്താ ചെയ്യണ്ടേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ വീട്ടുകാർ എങ്ങനെ എന്നോട് പ്രതികരിക്കും, അവർ സമ്മതിക്കുമോ എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ. പ്രാർത്ഥനയും. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി, ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ അവരെൻ്റെ വീട്ടുകാർ ഒന്നും നോക്കിയില്ല. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊണ്ടുപോവാ. ഇതൊരു വാക്ക് മാത്രമേ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ പട്ടിക്കുട്ടീനെ എടുത്ത് ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ നോക്കാം. ഇവിടെ ഇരിക്കാണ്. വാ 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 വാ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രീസറിൻ്റെ കഥ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തരാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരിക്കലും ഹോപ്പ് കൈവിടരുത്. നമ്മൾ ഡിറ്റർമൈൻഡ് ആയിരിക്കുക. അതേപോലെ ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് എന്തായാലും കാട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ആത്മാർത്ഥതയോടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് ദൈവം എന്തായാലും നമുക്ക് തരും എന്നാണ്. ദൈവം അല്ലെങ്കിൽ ഒരു ശക്തി ഈ യൂണിവേഴ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ ഇങ്ങനൊരു സിംറ്റംസ് ഡോഗ്സിൽ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കൊടുക്കാൻ പറ്റിയ ടാബ്ലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോബിൻ 40 എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. പിന്നെ നിങ്ങൾക്കറിയുന്ന വെറ്റ്സിനോട് ചോദിക്കുക, എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ കമൻസിൻ്റെ അടിയിൽ വന്ന് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് നാളെ കാണാം. ലവ് യു ആർ.